ഹായ് എവരിവൺ. ഇന്ന് മാർച്ച് 8 ഇൻ്റർനാഷണൽ വിമൻസ് ഡേ. ഇന്ന് എനിക്ക് നിങ്ങളോട് എന്നെ കേട്ടിരിക്കുന്ന കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു വിമൻസ് ഡേ പറ്റിയാണ്. നമുക്ക് ധാരാളം മെസ്സേജുകളൊക്കെ അല്ലേ, ഹാപ്പി വിമൻസ് ഡേ എന്നൊക്കെ പറഞ്ഞ് ധാരാളം മെസ്സേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രവഹിക്കുന്നുണ്ട്. പക്ഷേ എന്താണ് ഈ വിമൻസ് ഡേ, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്? വളരെ ബ്രീഫായിട്ട്, അമേരിക്കയിലെ ന്യൂയോർക്കിൽ 1908 ആണ് ആദ്യമായിട്ട് സ്ത്രീകൾ അവർക്കെതിരെയുള്ള അവരുടെ വർക്ക് പ്ലേസിലുള്ള ഡിസ്ക്രിമിനേഷനെതിരായിട്ട് അവർ പ്രൊട്ടസ്റ്റ് എന്ന രീതിയിൽ റോഡിലേക്ക് ഇറങ്ങി അവർ ഗ്യാദർ ചെയ്ത് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം അത് ധാരാളം യൂറോപ്യൻ കൺട്രീസിലേക്ക് അത് വ്യാപിക്കുകയുണ്ടായി. പിന്നെ റഷ്യയിലൊക്കെ എത്തിയപ്പോഴാണ് ഇതിന് കൂടുതലൊരു പോപ്പുലാരിറ്റി കിട്ടുന്നത്. റഷ്യയിൽ ഈ വിമൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്തിരുന്നത് ഫെബ്രുവരി 23 റഷ്യൻ കലണ്ടർ അനുസരിച്ച്. അത് നമ്മൾ ഫോളോ ചെയ്യുന്ന കലണ്ടറിൽ ഏകദേശം മാർച്ച് 8 ആയിട്ട് വരും. അന്ന് തൊട്ടാണ് ഈ ഒരു വിമൻസ് ഡേ നമ്മൾ മാർച്ച് 8 ഇൻ്റർനാഷണൽ വിമൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനുള്ളത്. വലിയ വലിയ കാര്യങ്ങളല്ല, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ യൂണിറ്റ് ചെയ്യുമ്പോഴാണല്ലോ അതൊരു വലിയ കാര്യമാവുന്നത് അല്ലേ. എനിക്കിന്ന് കൂടുതൽ സംസാരിക്കാനുള്ളത് എൻ്റെ സ്ത്രീകളായിട്ടുള്ള സുഹൃത്തുക്കളോടാണ്. അതിൻ്റെ അർത്ഥം പുരുഷന്മാരത് കേൾക്കരുതെന്നല്ല കേട്ടോ. സത്യം ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളാണിത് കേട്ടിരിക്കേണ്ടത്. ഈ ഒരു സ്ത്രീ ശാക്തീകരണം അത് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്. ഇതിന് പല തലങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ എംപവർമെൻറ്റ്, ഫിസിക്കലായിട്ടുള്ള എംപവർമെൻറ്റാണ് അതിൽ ആദ്യമായിട്ട് വരുന്നത്. അതായത് സ്ത്രീകൾ എല്ലാവരെയും ഭക്ഷണം കഴിപ്പിക്കാനായിട്ട് മിടുക്കികളാണ് അല്ലേ. അവർ പക്ഷേ അവരുടെ കാര്യത്തിൽ അത്ര ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. ഒരു വീട്ടിലാണെങ്കിൽ ഫുഡ് വേസ്റ്റ് ആക്കാനായിട്ട് എല്ലാവരും കഴിച്ചതിൻ്റെ മിച്ചമൊക്കെ കഴിക്കുന്നവരാണ് മിക്ക അമ്മമാരും. അതുപോലെ തന്നെ പല ജോയിൻറ്റ് ഫാമിലികളിലാണത് കൂടുതലും. ആണുങ്ങളും പിന്നെ കുട്ടികളൊക്കെ കഴിച്ചതിന് ശേഷമാണ് സ്ത്രീകൾ ചില വീടുകളിൽ ഇപ്പോഴും കഴിക്കുക. പിന്നെ ഫുഡ് തികയുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അമ്മമാർക്ക് വേറൊരു സൂത്രമുണ്ട്, എനിക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞ് എത്ര അമ്മമാരുണ്ട് അങ്ങനെ ഇല്ലേ. പക്ഷേ ഞാൻ പറയുക, നിങ്ങൾ സ്ത്രീകൾ നിങ്ങളുടെ ഹെൽത്ത് മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. മേക്ക് ഷുവർ യു ഈറ്റ് ഹെൽത്തി ആൻഡ് ന്യൂട്രീഷ്യസ് ഫുഡ്. ഇത് നമ്മളുടെ കാര്യം. ഇതേപോലെ തന്നെ നിങ്ങൾക്കൊരു ആൺകുഞ്ഞും പെൺകുഞ്ഞും ഉണ്ടെന്നിരിക്കട്ടെ. അല്ല, പല വീടുകളിലും കണ്ടിട്ടുണ്ട്, അവൻ ആൺകുട്ടികളല്ലേ, അവൻ നല്ല മസിലൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ആമ്പിള്ളേർക്കല്ലേ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കൂടുതൽ ഇപ്പം മീനിൻ്റെ ആണെങ്കിൽ ഒരു വലിയ പീസ്, ചിക്കൻ ആണെങ്കിൽ വലിയ പീസ്, ഒരു വലിയ ഗ്ലാസ് പാല്, ഇതൊക്കെ ആൺകുട്ടികൾക്ക് ആണ്. അങ്ങനെ ഒരിക്കലും ഒരു ചെറിയ ഡിസ്ക്രിമിനേഷൻ പോലും ഫുഡിൻ്റെ കാര്യത്തിൽ നിങ്ങളിത് കാണിക്കരുത്. ഈ ഫിസിക്കൽ എംപവർമെൻറ്റിൻ്റെ മറ്റൊരു ഭാഗമാണ് എക്സസൈസ്. സ്ത്രീകൾ എത്ര പേര് റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ടാവും? എത്ര പേരുണ്ടാവും? എല്ലാവർക്കും വീട്ടു ജോലിയെല്ലാം കഴിഞ്ഞ് അല്ലെങ്കിൽ ഓഫീസിലെ ജോലി കഴിഞ്ഞിട്ട് പിന്നെ എക്സസൈസിന് സമയമില്ല എന്നുള്ള എക്സ്ക്യൂസാണ് പലരും പറയുക. ഞാൻ ഉൾപ്പെടെ അങ്ങനെ ആയിരുന്നു. പക്ഷേ നമ്മൾ വിചാരിച്ചാൽ സമയം കണ്ടെത്താവുന്നതേ ഉള്ളൂ. നമ്മളത് മസ്റ്റായിട്ട് കണ്ടെത്തിയിരിക്കണം. ഇതാണ് ഞാൻ പറയുന്നത്. എങ്ങനെയെങ്കിലും നിങ്ങൾ സാധാരണ ഉണരുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് ഉണർന്നാൽ മതി. അതിനുള്ള സമയം കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. വീക്കിലി ഒരു 4 ദിവസം നമ്മൾ ചെയ്താൽ മതി. ഇനി ഒരു 30 മിനിറ്റ്സ് തൊട്ട് 45 മിനിറ്റ്സ് വരെ ചെയ്താലും മതി. അതിന് സമയമില്ല എന്ന് പറയരുത്. ഇനി അടുത്ത ഒരു ചോദ്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, എത്ര സ്ത്രീകൾ റെഗുലറായിട്ട് മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുന്നുണ്ട്? വളരെ ഫ്യൂ ആയിരിക്കും, എനിക്കറിയാം. നമ്മുടെ കാര്യത്തിൽ നമ്മൾ എന്തുകൊണ്ടാണ് ആ കെയർ എടുക്കാത്തത്? നമ്മളെപ്പോഴും നമ്മുടെ കാര്യം എന്തിനാണ് ഇങ്ങനെ നിഗ്ലക്റ്റ് ചെയ്യുന്നത്? മറ്റുള്ളവരുടെ കാര്യം ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ കാര്യം കൂടെ ശ്രദ്ധിക്കണം. അതിപ്പോൾ വേറൊരാൾ വന്ന് ചെയ്തു തരും എന്ന് ഒരിക്കലും കാത്തിരിക്കേണ്ട. നമ്മുടെ ലൈഫ് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇനി വരുന്നത് മെൻ്റൽ എംപവർമെൻറ്റ്. നമ്മൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന എല്ലാ പ്രതിസന്ധികളെയും എങ്ങനെ നമ്മൾ നേരിടുന്നു എന്നുള്ളതാണ്. ആ ഒരു മാനസികമായ ഒരു ശക്തി ആശ്രയിച്ചിരിക്കും ഇതെല്ലാം. ഈ ഒരു മെൻ്റൽ എംപവർമെൻറ്റും നമ്മൾ വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങണം. പാരൻസ് അതിന് വളരെയധികം ശ്രദ്ധ കൊടുക്കണം. പെൺകുഞ്ഞുങ്ങളുടെ ആ ഒരു സെൽഫ് വെർത്ത് അല്ലെങ്കിൽ അവരുടെ ഒരു കോൺഫിഡൻസ് എല്ലാം തകർക്കുന്ന രീതിയിലുള്ള ചില ഡിസ്ക്രിമിനേറ്ററി ആയിട്ടുള്ള നമ്മുടെ തന്നെ ബിഹേവിയർ ഉണ്ട് പാരൻസിൻ്റെ. നമ്മൾ എപ്പോഴും കേൾക്കുന്ന കുറേ വാചകങ്ങളാണല്ലേ, അവ ആൺകുട്ടിയല്ലേ, പെൺകുട്ടികളായാലേ അടക്കം വേണം, കാലുമേ കാല് കയറ്റിയിരിക്കരുത്, കുറച്ച് സംസാരിക്കരുത്, ഇങ്ങനെ എന്തൊക്കെയാണ് അല്ലേ. ഇതെല്ലാം നമ്മൾ എല്ലാവരും കേട്ട് വളർന്നത് തന്നെയാണ്. പക്ഷേ
നമ്മുടെ കുഞ്ഞുങ്ങളോടെങ്കിലും ഇങ്ങനെ ഒരു ഡയലോഗ് പറയരുത്. ബോയ്സിനേക്കാളും ഇൻഫീരിയർ ആയിട്ടുള്ളൊരു സെക്സാണ് ഫീമെയിൽ അല്ലെങ്കിൽ പെൺകുഞ്ഞുങ്ങൾ എന്നുള്ള ആ ഒരു തോന്നലാണ് അവരുടെ മനസ്സിൽ ആദ്യം തന്നെ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ സെക്സ് അനുസരിച്ചുള്ള വർക്ക് ഡിവിഷൻ വീട്ടിൽ, അതായത് കുക്കിങ്ങും ക്ലീനിങ്ങും മുറ്റമെടുപ്പ്, ഇതെല്ലാം പെൺകുട്ടികളുടെ അടുത്താണ് പറയുക. ബാക്കി ഇപ്പം ബൾബ് മാറ്റുക, കടയിൽ പോവുക, ഇതെല്ലാം ആൺപിള്ളേരുടെ അടുത്ത്. അപ്പോൾ ഈ ഒരു വർക്ക് ഡിവിഷൻ തന്നെ ഇതൊക്കെ എല്ലാവരും എല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാലഘട്ടമാണ് വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ എംപവർമെൻറ്റ്. ഒരു സ്ത്രീ എപ്പോഴും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് തന്നെ ആയിരിക്കണം. അത് ഇപ്പോൾ ഗവൺമെൻറ് ജോലിയാകാം, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ജോബ് ആവാം, അതൊന്നും അല്ലെങ്കിൽ ഇപ്പം ധാരാളം നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ജോലികളുണ്ട് അല്ലേ. ഹോം ഷെഫ്സ് ഉണ്ട്, ടൈലറിങ് യൂണിറ്റ്സ് തുടങ്ങാൻ. നിങ്ങളൊരു ആർട്ടിസ്റ്റിക് സ്കില്ലുള്ള പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ പെയിൻറ്റ് ചെയ്യാം, ക്രാഫ്റ്റിംഗ്, ഇതെല്ലാം ചെയ്യാം. എന്ത് തരത്തിലാണെങ്കിലും ഒരു സ്ത്രീ അവളുടെ സ്വന്തം കാലിൽ നിൽക്കാൻ, സാമ്പത്തികമായി സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണം. ഇനി സാലറി ഏൺ ചെയ്താൽ മാത്രം പോരാ, അത് നമ്മുടെ ഫിനാൻഷ്യൽ ഡീലിംഗ്, സാമ്പത്തികമായ ഇടപാടുകൾ നമ്മൾ തനിയെ ചെയ്യാൻ പഠിക്കണം. പല സ്ത്രീകൾക്കും ഒരു ബാങ്കിൽ പോയിട്ട് പൈസ എടുക്കാൻ പോലും അറിയില്ല. ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെയല്ലേ, എല്ലാം ഓൺലൈൻ ട്രാൻസാക്ഷൻസാണ്. നമ്മൾ ഈ ന്യൂ ടെക്നോളജി നമ്മൾ തന്നെ പഠിക്കാൻ ശ്രമിക്കണം. അതനുസരിച്ച് നമ്മുടെ കോൺഫിഡൻസ് ലെവലും കൂടും. ഇപ്പോഴും എനിക്കറിയാം, എല്ലാ മാസവും 1-ാം തീയതി ശമ്പളം മേടിച്ചിട്ട് അതുപോലെ തന്നെ കൊണ്ട് ഭർത്താവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് സായുജ്യം അടയുന്ന സ്ത്രീകളെ, എന്നിട്ട് ഒരു വണ്ടിക്കൂലിക്കോ അല്ലെങ്കിൽ ഒരു ഉടുപ്പ് മേടിക്കാനോ വേണ്ടിയിട്ട് പോയിട്ട് അവരുടെ മുമ്പിൽ തന്നെ പോയി കൈ നീട്ടുന്ന സ്ത്രീകൾ. ഇത് സായുജ്യമാണോ അതോ ഭർത്താവ് കണ്ണുരുട്ടി പേടിപ്പിച്ച് വാങ്ങിക്കുന്നതാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. പക്ഷേ ഇവർ സമ്മതിക്കില്ല. അവിടെയാണ് സ്ത്രീകളുടെ കുഴപ്പം. സ്ത്രീകളോട് തന്നെ, അവരോട് തന്നെ കള്ളത്തരമാണ് ചെയ്യുന്നത്. ഞാനിത് പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സാലറി അല്ലെങ്കിൽ സ്ത്രീകളുടെ സാലറി നമുക്ക് തോന്നിയ മാസത്തിന് എങ്ങനെ അടിച്ചു പൊളിച്ച് കളയാമെന്നല്ല. ഞാൻ പറഞ്ഞു വരുന്നത് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഒരു കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും പോയി ഭർത്താവിൻ്റെ മുമ്പിൽ പോയിട്ട്, ഭർത്താവിൻ്റെ ആണെങ്കിലും അച്ഛൻ്റെ ആണെങ്കിലും മുമ്പിൽ പോയി കൈ നീട്ടുന്നത് നിർത്തണം. നെക്സ്റ്റ് സ്കിൽ ഡെവലപ്മെൻറ്റ്. ഏതൊരു സ്കില്ലും ആയിക്കോട്ടെ, അത് ഡെവലപ്പ് ചെയ്യാനുള്ള എഫേർട്ട് നിങ്ങൾ ഏത് പ്രായത്തിലാണെങ്കിലും നിങ്ങളത് ഇടണം. ഇതിലെനിക്ക് എടുത്ത് പറയാനുള്ളത് ഡ്രൈവിംഗ് സ്കില്ലാണ്. ഒരു പെൺകുട്ടി ഒരു 18 വയസ്സ് ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെയ്യേണ്ട ഒരു മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. 2 വീലർ ആയിക്കോട്ടെ 4 വീലർ ആയിക്കോട്ടെ, ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണം. ഇനി ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് ഭദ്രമായി പൂട്ടി വെച്ചിരിക്കുന്ന ഒത്തിരി പേര് എനിക്കറിയാം. ഞാനും അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ധൈര്യമായിട്ട് നിങ്ങളോട് പറയാൻ പറ്റുന്നത്. നമുക്ക് വിചാരിച്ചാൽ പറ്റാത്ത ഒരു കാര്യവുമില്ല. എനിക്കും ഭയങ്കര ഭയമായിരുന്നു ഈ ഒരു വണ്ടി ഓടിക്കുന്ന കാര്യത്തിൽ. പക്ഷേ ഞാൻ ആ ഫിയറിനെ ഒന്ന് മറികടന്നപ്പോൾ എനിക്ക് കിട്ടിയ ആ ഒരു കോൺഫിഡൻസ് ലെവലും സ്വാതന്ത്ര്യവും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഈ ലൈസൻസ് ഒക്കെ എടുത്ത് ഭദ്രമായിട്ട് പൂട്ടി വെച്ചിട്ട് എവിടെയെങ്കിലും പോകണമെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ഓഫീസിലോ കോളേജിലോ ആണെങ്കിൽ ഡെയിലി ഹസ്ബൻഡിനെയോ അച്ഛനെയോ ഒക്കെ നമ്മളെ ബ്രദേഴ്സിനെയോ ഒക്കെ ആശ്രയിക്കും. അവർ സ്നേഹം കൊണ്ട് ഇതൊക്കെ ചെയ്തു തന്നിരിക്കും. പക്ഷേ ഇത് നമ്മുടെ ലൈഫാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ ഒരിക്കലും മറ്റുള്ളവരൊക്കെ ഭാരമാവരുത്. അവർ പറഞ്ഞില്ലെങ്കിൽ പോലും ഉള്ളിൽ അവരെ കൊണ്ട് അത് ചിന്തിപ്പിക്കരുത്. ഡ്രൈവിംഗ് നമുക്ക് തരുന്ന കോൺഫിഡൻസ് ചില്ലറയല്ല കേട്ടോ, അതൊരു എക്സലൻറ്റ് സ്ട്രെസ് റിലീഫ് കൂടിയാണ്. ഒരു ടെൻഷനൊക്കെ വന്നിരിക്കുമ്പോഴത്തേക്ക് ഒരു ഡ്രൈവിന് പോയി കഴിഞ്ഞാൽ വളരെ ഒരു ആശ്വാസം കിട്ടും നമുക്ക്. അപ്പോൾ ഈ ഡ്രൈവിംഗ് ലൈസൻസൊക്കെ എടുത്ത് ഭദ്രമായി പൂട്ടി വച്ചിരിക്കുന്നവർ ഇന്ന് തന്നെ അത് പൊടി തട്ടിയെടുക്കുക. ടുഡേ ഈസ് ദ ഡേ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുക. ഈ ഹാപ്പി വിമൻസ് ഡേ എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കുന്ന നേരത്ത് ട്രൈ ടു എംപവർ യുവർ സെൽഫ്, അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത് മാരേജിനെ പറ്റിയാണ്. മാരേജ് ഷുഡ് നോട്ട് ബി ആൻ അൾട്ടിമേറ്റ് എയിം ഓഫ് യുവർ ലൈഫ്. മറ്റൊരു വീട്ടിൽ പോകേണ്ട പെണ്ണാണ്, പാചകം പഠിച്ചില്ലെങ്കിൽ നിന്നെ ആരും കിട്ടിക്കൊണ്ടു പോകില്ല, ഇങ്ങനെയുള്ള ടോക്സ് വീട്ടിൽ മാക്സിമം അവോയ്ഡ് ചെയ്യുക. മാക്സിമം എന്നല്ല നിങ്ങൾ പറയരുത്. പ്രായമോ അല്ലെങ്കിൽ ശാരീരിക വളർച്ചയോ ഒന്നുമല്ല മാരേജിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പഠിച്ച് നല്ലൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയൊക്കെ ആയ ശേഷം വെൻ ദേ ഫീൽ ദേ വോണ്ട് എ കമ്പാനിയൻ ഇൻ ദ ലൈഫ്, ദാറ്റ്സ് വെൻ ദേ ഷുഡ് ഗെറ്റ് മാരീഡ്. നെക്സ്റ്റ്, ലേൺ ടു സേ നോ. നമുക്ക് മാനസികമായി താല്പര്യമില്ലാത്ത, നമുക്ക് ചെയ്യാൻ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എത്ര വേണ്ടപ്പെട്ടവരാവശ്യപ്പെട്ടാലും നമ്മൾ പഠിച്ചിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ലേൺ ടു സേ നോ. ഇത് വിമൻ എംപവർമെൻറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കോൺസെപ്റ്റായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ നോ പറയാനുള്ള ബുദ്ധിമുട്ട് കാരണം പല സ്ത്രീകളും പല അപകടങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ചെന്ന് പെടുന്നുണ്ട്. ഈ ഒരു ശീലം എസ്പെഷ്യലി നമ്മുടെ പെൺകുഞ്ഞുങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട്, വളരെ ചെറുപ്പത്തിലേ തന്നെ ഡെവലപ്പ് ചെയ്യാനായിട്ട് പാരൻസ് ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ നോ പറഞ്ഞാൽ, നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളാണെങ്കിൽ, നമ്മളെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ആ ഒരു ഡിസിഷനെ റെസ്പെക്റ്റ് ചെയ്യും. നെക്സ്റ്റ്, ഡെവലപ്പ് സെൽഫ് ലവ്. നമ്മൾ
സ്ത്രീകൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കുക. അത് സെൽഫിഷ്നെസ് അല്ല, അത് നിങ്ങൾ റിയലൈസ് ചെയ്യണം. നമുക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം ഒരു സ്പേസ് കണ്ടെത്തുക, നമുക്കിഷ്ടമുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തുക. ഇതെല്ലാം നമുക്ക് എന്തുമാത്രം സന്തോഷം തരുമെന്നറിയാമോ? സന്തോഷം തരുന്തോറും നമ്മുടെ മാനസികമായും ശാരീരികമായിട്ടുള്ള ആ ഒരു ഡെവലപ്മെൻറ്റ്, ഒരു വെൽബീയിങ് അവിടെ നടക്കുകയാണ്. നിങ്ങൾക്കൊരു നല്ലൊരു ഡ്രസ്സ് വാങ്ങിക്കണോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നല്ല ഭക്ഷണം കഴിക്കണോ, ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കൊന്നും നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കരുത്. പിന്നെ സ്ത്രീകൾ പറ്റുമെങ്കിൽ നിങ്ങളൊരു നല്ല ഒരു ഗ്രൂപ്പ്, ഒരു സ്മോൾ ആയിരിക്കണം, ഒത്തിരി ആളുകളൊന്നും വേണമെന്നില്ല അതിൽ. പക്ഷേ വളരെ സിൻസിയറായിട്ട്, വളരെ പാഷനേറ്റായിട്ടുള്ള, വളരെ എൻകറേജിങ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ്. അതുപോലെ തന്നെ നിങ്ങളെ ജഡ്ജ് ചെയ്യാത്ത ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എന്തും മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഫ്രണ്ട്സ്. നിങ്ങളുടെ വിഷമം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിപ്പോയി നമ്മളില്ലാത്തപ്പോൾ വേറൊരാളുടെ പോയി ഡിസ്കസ് ചെയ്യുന്നവരെ ഒഴിവാക്കുക. അങ്ങനെയുള്ളവരെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഫോം എ സ്മോൾ ഗ്രൂപ്പ്. അങ്ങനെയുള്ളൊരു കൊച്ചു ഗ്രൂപ്പിൽ നിങ്ങൾ സേഫായിരിക്കും, നിങ്ങളുടെ ഇമോഷൻസ് സേഫായിരിക്കും. ഇനി ഇതിൻ്റെ കൂടെ തന്നെ പറയാനുള്ളതാണ്, സ്റ്റേ എവേ ഫ്രം നെഗറ്റീവ് പീപ്പിൾ, അവോയ്ഡ് ടോക്സിക് റിലേഷൻ. ഞാൻ ഉദ്ദേശിക്കുന്ന കുശുമ്പ്, കുന്നായ്മ, ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികളുള്ള മനുഷ്യരുണ്ടല്ലോ, അവരിൽ നിന്ന് കംപ്ലീറ്റ്ലി നിങ്ങൾ സ്റ്റേ എവേ. ഇതൊക്കെയാണ് വിമൻ എംപവർമെൻ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലെ സങ്കല്പങ്ങൾ. നിങ്ങൾ ഓരോരുത്തരും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയൊക്കെ ചിന്തിക്കണം, നിങ്ങൾ ഫ്രണ്ട്സായിട്ട് ചർച്ച ചെയ്യണം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെയും കൂടെ അറിയിക്കണം. ഓക്കെ? And here is a reminder, boys and men, we need your support in this fight for equality. And ladies, let's support and empower each other. And I want to thank all women in my life for inspiring me every day, for encouraging me, and for being my side. Happy Women's Day.